പുതിയൊരു അടിപൊളി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന മൂന്നാറാണ് കേട്ടോ. മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലിക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സൂര്യനെല്ലി പോകുന്നത് നമ്മളൊരു ടെൻറ്റ് സ്റ്റേ ആണ്. അപ്പോൾ പാക്കേജ് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ടെൻറ്റ് സ്റ്റേ നമ്മൾ ചെയ്ത് നാളെ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുന്നേ കണ്ടാണ്. എന്നാലും ആൾ പരിചയപ്പെടും. എന്തായാലും ലിൻസൺ ഞാൻ ലിൻസൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും ചെയ്ത് നമ്മുടെ വീഡിയോ കാണണം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ കൂടെ രണ്ടുപേര് പുതിയ ആൾക്കാരുണ്ട്. അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. അവരോട് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. ഞാൻ ഡിജിറ്റൽ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നു. പാലക്കാടാണ് കേട്ടോ. ഇനി അടുത്ത ആൾ എൻ്റെ കസിനാണ്. ആൾ എറണാകുളമാണ്. അപ്പോൾ കസിനും കൂടെയാണ്. അപ്പോൾ പരിചയപ്പെടുത്തിയോ? ഞാൻ അഭിഷേകാണ്, എറണാകുളത്ത് നിന്ന്. ഈ വീഡിയോ എല്ലാവരും കാണണം, അടിപൊളി വീഡിയോ ആണ്. ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ട് സന്തോഷിക്കും. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള നേര്യമംഗലം പാലത്തൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അതായത് ഹൈ റേഞ്ചിൻ്റെ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജാണ് ഈ നേര്യമംഗലം പാലം എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ശരിക്കും പറയുന്നത്. നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ച് പച്ചപ്പ് ഇതിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ ഫീലാണ് ശരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. നേര്യമംഗലം പാലം ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണത്. നേര്യമംഗലം പാലം കഴിഞ്ഞ് ഒരു 11 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ്. പക്ഷേ ഇപ്പോൾ ഒരു മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തീരെ വെള്ളം കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഒരു വെള്ളച്ചാട്ടം മാത്രമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ ഇതുവഴി പോകുന്നവർ ഒരിക്കൽ പോലും ഇവിടെ നിർത്താതെ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാതെ ഇത് കാണാതെ ആരും തിരിച്ചു പോകില്ല. കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഏരിയയിൽ അത്യാവശ്യം കടകൾ, ഷോപ്പിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള എല്ലാ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ വരുന്നവർ എന്തായാലും നിർത്തിയിട്ട് തന്നെ പോവുക. കാരണം ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം നമ്മൾ ഇതുവഴി കയറുമ്പോൾ അടിമാലിന് ശേഷം ആദ്യത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കാണുന്നത്. പിന്നെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ കുരങ്ങന്മാരുടെ ശല്യം ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അത് അവിടെ നിന്ന് നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കുരങ്ങന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവരത് കിട്ടാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവർ ചാടി തട്ടിപ്പറിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. അടുത്തൊന്നും വല്ലാതെ പോവാതെ നമ്മളൊന്ന് കുറച്ച് മാറി നിന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാം? അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാരണമായിരിക്കും നമ്മൾ വീണ്ടും മൂന്നാറിലേക്ക് തിരിച്ചു വരുന്നത് അല്ലേ. കാരണം ഈ മലനിരകളും ഈ കോട്ടകളും തണുപ്പും എല്ലാം ആയിരിക്കും നമ്മളെ വീണ്ടും തിരിച്ച് മൂന്നാറിലേക്ക് വരാൻ ആകർഷിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യണം കേട്ടോ. ഈ ഒരു ആകാശത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല സണ്ണി വെതറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നമ്മൾ മൂന്നാറൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ അല്പം മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് മൂന്നാറിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. മൂന്നാറിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാനിവിടെ കയറി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് വീഡിയോ കാണുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാം. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് സൂര്യനെല്ലിക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ യാത്രയിൽ ഇവിടെ ടോള് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് ടോളിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ടോള് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ പോകുന്നില്ല. അടുത്ത് തന്നെ ഉണ്ടാവും. റോഡ് പണിയൊക്കെ കഴിഞ്ഞാണല്ലോ. അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ ടോളൊക്കെ ഉണ്ടാവും. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. അടുത്ത് നമ്മൾ കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് റോക്ക് കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്തോ പണ്ട് ഒരു കള്ളൻ വന്ന് താമസിച്ചു എന്നോ കള്ളൻ്റെ യാത്ര ഇതിലൂടെ ആയിരുന്നു എന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊന്ന് സന്ദർശിച്ചു. റോക്ക് കേവ് എന്ന് പറയുന്നൊരു സംഭവം ഒരു ഗുഹ പോലത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് അവിടുന്ന് അപ്പുറത്തേക്ക് വഴിയൊന്നുമില്ല, ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി. നല്ല ഒരു കൂരായിട്ട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും നമ്മുടെ ആൾക്കാർ അതിനകത്ത് എല്ലാവരുടെ പേരൊക്കെ എഴുതി വളരെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. നമ്മൾ പിന്നെ അത് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഉള്ള ഏരിയയൊക്കെ ഒന്ന് കണ്ട്
അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു റോക്ക് കേവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു എന്നേ ഉള്ളൂ. നല്ല ഇരുട്ടാണ് കേട്ടോ. നല്ല ഇരുട്ടെന്ന് പറഞ്ഞാൽ അകത്ത് ഭയങ്കര ഇരുട്ട്. ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ജസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് കണ്ടത്. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. ഉള്ളിൽ പാറ ആയതുകൊണ്ടാണല്ലോ നല്ല തണുപ്പാണ്. നമ്മൾ പാറയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ മോൾ വശം വവ്വാൽ ഒരുപാട് കൂടൊക്കെ കൂട്ടി വവ്വാൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് പെരിയക്കനാൽ വാട്ടർഫോൾസ് ആണ് കേട്ടോ. നമ്മൾ സൂര്യനെല്ലി യാത്രയിലേക്ക് ആ ഒരു വഴിയിൽ പോകുമ്പോഴാണ് ഇത് കാണപ്പെടുന്നത്. പെരിയക്കനാൽ വാട്ടർഫോൾസ്. ഇവിടെയും നമ്മൾ ആദ്യം ചീയപ്പാറ കണ്ട പോലെ തന്നെ മഴക്കാലം അല്ലാത്തതിനായിരിക്കാം, അപ്പോൾ വെള്ളമൊന്നുമില്ല. അവിടെയും ഇതുപോലെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ വരുന്ന ടൂറിസ്റ്റിന് എന്തെങ്കിലും കഴിക്കാനോ ചായ കുടിക്കാനോ മറ്റുമൊക്കെ ആയിട്ടുള്ള എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അവിടെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു തേയില തോട്ടമാണ്. അപ്പോൾ ടാറ്റയുടെ ടീ ഔട്ട്ലെറ്റ് ആണത്. അപ്പോൾ അവിടെ ഔട്ട്ലെറ്റും ഉണ്ട്. അവരുടെ ഫാക്ടറിയൊക്കെ അവിടെ വരുന്നതാണ്. ജസ്റ്റ് കണ്ടപ്പോൾ അടുത്താണ്. പിന്നെ ഇത് കണ്ടോ, ആ വെള്ളം വരുന്ന നോക്കി എന്ത് രസമായിട്ടെന്ന് നോക്കിയാൽ പൈപ്പിലൂടെ അവർ ആ മലവെള്ളം അതങ്ങനെ പുറത്തേക്ക് ഒഴുക്കി വിടുന്നതാണ് ഒരു ചെറിയ ഹോസൊക്കെ വെച്ച്. നല്ല തണുപ്പാട്ടോ, നല്ല തണുത്ത സൂപ്പർ വെള്ളമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ക്യാമ്പിനവിടെ തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് അതെ ടെൻറ്റ് ക്യാമ്പ് ബാക്കിൽ നിങ്ങൾക്ക് കാണാം. ടെൻറ്റ് ആൻഡ് ട്രക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പാണ് ചെയ്യുന്നത്. അസാധ്യ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ക്ലൈമറ്റാണ്. ഞങ്ങളോട് വന്നപ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു ഇത് ക്ലൈമറ്റൊക്കെ എങ്ങനെയായിരിക്കുന്നു. പക്ഷേ പെട്ടെന്നാണ് ക്ലൈമറ്റൊക്കെ ആകെ മാറി. ഒന്നും കാണാത്ത രീതിയിൽ കോടയൊക്കെ നിറഞ്ഞ് അടിപൊളിയായിരുന്നു അല്ലേ? എങ്ങനെ പറയും? സൂപ്പർ ആയിരുന്നു. പ്രതീക്ഷിച്ചില്ല. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ശരിക്കും ഇത്രത്തോളം ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ. മൂന്നാറിലേക്ക് ക്ലൈമറ്റ് നമ്മൾ വരുമ്പോൾ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പൊള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. ഇല്ലേ, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പൊള്ളായിരുന്നു. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, ആണ് ഇവരുടെ എൻട്രി വരുന്നത്. ഇതാണ് ഈ ക്യാമ്പിന്റെ പേര്, ടെന്റ് ആൻഡ് ട്രക്ക് എന്നാണ് ഇവരുടേത്. ഞാൻ ഇതിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുക്കുന്നതാണ്. ഇത് കണ്ടോ, ഒന്നും കാണാൻ അത്ര കോട കയറിയിരിക്കുകയാണ്. ഫുള്ള് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് കാണാൻ തരും. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഇങ്ങനെ കയറി വരുന്ന വഴി ലേശം മോശമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ലേശം മോശമുള്ള വഴികളാണ്. പക്ഷേ കയറി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വർത്തെന്ന് പറഞ്ഞാൽ അടിപൊളി വർത്താണ്. 100 അല്ല 110% വർത്താണ്. ഇവരുടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാറിയാം. നോക്കി ഫുള്ള് കോട മൂടിയിട്ട് ബാക്കൊക്കെ കോട മൂടി അടിപൊളിയായിട്ട് നിൽക്കുന്നത്. എന്തായാലും മിസ്സാക്കരുത്. എന്താ ഞങ്ങൾ ടെൻറ്റിനകത്തുള്ള കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോളേ ഞങ്ങളങ്ങനെ അകത്തെത്തിയതിന് ശേഷം ഞങ്ങൾ റിസപ്ഷനിൽ പോയി. റിസപ്ഷനിൽ പോയതിന് ശേഷം നമ്മളുടെ ബാക്കിയുള്ള ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. എത്ര ആൾക്കാരാണ്, ആൾക്കാരുടെ പേര് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ ബാലൻസ് പേയ്മെൻറ്റ് കൊടുക്കാണ്ടായിരുന്നു, പേയ്മെൻറ്റ് എല്ലാം കൊടുത്തു. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഞങ്ങൾ ചെയ്തു തീർത്തു. അങ്ങനെ ഫോം കാര്യമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവിടെ കാണുന്നത് ഇതൊരു മാപ്പാണ് കേട്ടോ. അതായത് രാവിലെ നമ്മൾ എത്ര മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം, ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം എത്ര മണിക്ക് നമ്മൾ ടീ സ്നാക്സ്, അതുപോലെ വൈകിട്ട് നമ്മുടെ ഒരു ഫാൻറ്റം ഹിൽസ് ഉണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ. അതുപോലെ രാവിലെ എത്ര മണിക്ക് എണീക്കണം, രാവിലെ നമ്മുടെ സൺറൈസ് സമയം. അപ്പോൾ അതിനുള്ളൊരു മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം തരുന്നത്. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ എൻട്രൻസിലേക്ക് കിടക്കാണ് കേട്ടോ. വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ടെൻറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കല്ല് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പോകുന്ന വഴിക്ക് നമുക്കിതാ ഞങ്ങളുടെ ഏരിയ ആണ്. അത്യാവശ്യം ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കിതപ്പുണ്ട്, കാരണം എനിക്ക് നല്ല രീതിയിലുള്ള കോൾഡും കഫും ഒരു ചെറിയ ഫീവറൊക്കെ ഉണ്ട്. എന്നാലും ഇത് കണ്ടിട്ട് വരുള്ളൂ എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ അതിന് ചെറിയൊരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്സസ് വരുന്നത് താഴേക്ക് വന്നിട്ട് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കാണാം നമുക്ക്. പിന്നെ ഈ വരുന്ന വഴിക്ക് എന്താ ഒരുപാട് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇവിടെ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമില്ല. അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഫുള്ള് കോട മൂടി അങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇത് എന്തോ ഒരു ഏരിയ ആണ്, എനിക്കറിയില്ല. പറഞ്ഞാൽ റിസപ്ഷൻ ഏരിയ അല്ല, റിസപ്ഷൻ താഴെയെന്നാണ് പറഞ്ഞത്. നമുക്കിനി ടെൻറ്റ് കാണാൻ തരും. ഇത് ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയ ആണ് കേട്ടോ. ഇതിനകത്താണ് ക്യാമ്പ് ഫയർ ഏരിയ വരുന്നത്. അവിടെ സെറ്റൊന്നും ചെയ്തിട്ടില്ല, വൈകിട്ടായിരിക്കും അതൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ രാത്രി ക്യാമ്പ് ഫയർ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാമ്പ് ഫയർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ക്യാമ്പിൻ്റെ ഏരിയ എത്തിട്ടോ. ഇതാണ് നമ്മളുടെ ടെൻറ്റ് വരുന്നത്. 2 ടെൻറ്റാണ്. ഞങ്ങൾ 4 പേരാണ്. 2 ടെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അത് ക്ലോസ് ചെയ്തിരിക്കണം. തുറന്ന് കാണിച്ചു കൊടുക്കണം.
അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ കണ്ട് മനസ്സിലാക്കാം. അത് തുറന്നേ. അത് രണ്ടാൾക്ക് അത്യാവശ്യം കിടക്കാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരിക. അപ്പോൾ രാത്രി എന്തായാലും നല്ല രീതിയിൽ തണുപ്പായിരിക്കും പറയണത്. ഇതെന്തായാലും ഇതാ ഇവിടെയൊക്കെ ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇതാ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു മാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വാമാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 ടെൻറ്റ് അങ്ങനെ ഞങ്ങൾക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വൈകിട്ട് 4 മണിക്ക് ഒരു സൺസെറ്റ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. അത് 4 മണിക്കാണ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയമാണ്. കാരണം നമ്മൾ ഷൊർണൂരിൽ നിന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കാനുള്ള സമയം. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ വെളിച്ചം വന്ന് നോക്കി നോക്ക്. പെട്ടെന്ന് നല്ല രീതിയിൽ വെളിച്ചം വന്ന് കോട മാറി, പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി. ഇത് താഴത്തേക്കുള്ള ടെൻറ്റുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ട്. അപ്പോൾ താഴത്തേക്കുള്ള ടെൻറ്റുകളാണ്. ഇവിടെ കപ്പിൾസിന് അല്ലെങ്കിൽ ഫാമിലിക്ക് അവർക്ക് സെപ്പറേറ്റ് വേറെ ടെൻറ്റ് ഉണ്ട്. ബാച്ചിലേഴ്സിന് അങ്ങനെ ഒരു ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ഞങ്ങൾ 2 ടെൻറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് 2 ടെൻറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഉള്ളത്. ഇതാ കോട കയറി പറയുമ്പോൾ അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വെയിൽ വന്നു, അടുത്തത് നല്ല രീതിയിലുള്ള കോട വന്നു. കോട വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിഗംഭീര തണുപ്പാണ്. അപ്പോൾ ഇവിടെ ചെക്കിങ് ടൈം 2 മണിയാണ്. ഞങ്ങൾ 2:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. 4 മണിക്കാണ് നമ്മളെ ട്രക്കിംഗ് അടുത്തത് കൊണ്ടുവന്നത്. അപ്പോൾ 2:30 എത്താൻ പറയുന്നത് വെച്ചാൽ നമ്മളൊന്നും ഇവിടെ വന്നൊന്ന് നമുക്ക് സെറ്റായി നമുക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അത്ര ഏരിയ വരുന്നില്ല. താഴേക്കാണ് കൂടുതൽ ടെൻറ്റും കാര്യങ്ങളും വരുന്നത്. ഈ ഒരു ഏരിയ ഫുള്ള് ടെൻറ്റ് ഏരിയകളാണ്. നിങ്ങൾക്ക് ഏത് ടെൻറ്റ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വലിയ ചൂസ് ചെയ്തെടുത്ത ടെൻറ്റൊന്നല്ല ഈ ടെൻറ്റ് ആൻഡ് ട്രക്ക് എന്ന് പറയുന്നത്. പക്ഷേ എടുത്തത് ഏറ്റവും ബെറ്ററായി എന്ന് പറയും. കാരണം വെച്ചാൽ ഞങ്ങൾ ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിന് വേറെയുള്ള ടെൻറ്റുകളൊക്കെ ഒരുപാട് താഴെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഹൈറ്റ് കൂടുന്നതോറും അതിൻ്റെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ ഒരു ടെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പ് വളരെ ബെറ്ററാണ്. ടെൻറ്റ് ആൻഡ് ട്രക്ക് എന്ന് പറയുന്ന രീതിയിൽ. കാരണം അത് വളരെ ഹൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടയായാലും നമ്മളെല്ലാവരും വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോട ആസ്വദിക്കാനല്ലേ. അപ്പോൾ അത് മാക്സിമം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ടെൻറ്റ് ആൻഡ് ട്രക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇതൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ അവർ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി She puts her hand in mine. We wanna chase the night. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ട്രക്കിങ് ഒരു സൺസെറ്റ് കാണാനാണ്. ഫാൻറ്റം ഹിൽസ്. ഫാൻറ്റം ഹിൽസ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ ഒരു 6 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. വാക്കാണ്, ജീപ്പില്ല. ഞാൻ എന്നാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇവന്മാരൊന്നും റെസ്റ്റ് എടുത്തില്ല. ഇവന്മാരൊക്കെ നടന്ന് ഒന്ന് ആഘോഷിച്ച് വന്നു. സംഭവം നല്ലതാണ്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇനി ഞങ്ങൾ നടക്കുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ 6 കിലോമീറ്റർ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് വേറെ ക്യാമ്പുകളിൽ നിന്നൊക്കെ ആൾക്കാരും കൂടെ ഉണ്ട്. ഞങ്ങളുടെ ടെൻറ്റിൽ നിന്ന് മാത്രമല്ല വേറെ താഴത്തുള്ള ക്യാമ്പുകളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരു യാത്ര പോകുന്നത് കേട്ടോ. നമ്മൾ നടക്കുന്നതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പൈൻ മരമാണ് കേട്ടോ. പൈൻ മരം ഫോറസ്റ്റ് എന്ന് പറയാം. ഒരുപാടുണ്ട്. ഒരു ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഫുള്ള് നമ്മുടെ ടെൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പാണ്. എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ടെൻറ്റത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ച്. പക്ഷെ അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും കൂടെ നടക്കുകയാണ്. ഞങ്ങൾ ഈ കാണുന്ന വഴി കണ്ടോ, ഈ വഴി കൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നു വന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ നടന്ന് കയറിയിട്ടുണ്ട് ഓൾറെഡി. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു വഴിയായിരുന്നു. കാരണം റോഡായിരുന്നല്ലോ. അപ്പോൾ റോഡിൽ കൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു വന്നപ്പോൾ നമുക്കതിന് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്രയും ദൂരമാണ് ഞങ്ങൾ നടന്നു വന്നത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ്. ഇതിന് ശേഷമുള്ളതാണ് ഒരു 1 മണി ട്രക്ക്. എന്താ ലോഡല്ലാന്ന്? നടന്ന് പകുതി വഴിയാണ് കേസ് എത്തിയത്. ഇനിയുണ്ട് ഒരു 1.5 കിലോമീറ്റർ നടന്ന് കയറാം. എവിടെ എത്തിയിട്ടില്ല. മുണ്ടൊക്കെ വലിച്ചു കിട്ടുന്ന പോലെ. ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞു. 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ക്യാപ്പിടാം. ഞങ്ങൾ ഒരുവിധം ടോപ്പിൽ എത്തിയിട്ടുള്ളൂ. ഇനി ഒരു 300 മീറ്റർ നടക്കാറുണ്ട്.
നല്ല ബുദ്ധിമുട്ടാണ്. പട്ടി കിടക്കണവരെ കിടക്കുകയാണ് എല്ലാവരും പതുക്കെ നടന്നിട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ മുകളിൽ എത്തിയിട്ട് സൺസെറ്റ് കിട്ടിയാൽ പറയാം, ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. എൻ്റെ മോനെ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല. സംഭവം ഇത്തിരി ബുദ്ധിമുട്ടി അങ്ങ് കയറാനായിട്ട് മുകളിൽ. പക്ഷെ കയറി കഴിഞ്ഞ് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഒയ്യോ അത് പറയാൻ പറ്റില്ല, അടിപൊളിയാണത്. മേഘങ്ങളൊക്കെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ അടുക്കി വെച്ച് ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു, അത് പറയണ്ട, അടിപൊളിയായിരുന്നു. എന്തായാലും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനൊരു ചെറിയ ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ, അതിൻ്റെ മനോഹരം നിങ്ങൾക്ക് മനസ്സിലാവാം. Running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. അത് നമ്മുടെ ഫാൻറ്റം ഹിൽസ് സൺസെറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. ഞങ്ങൾ ക്യാമ്പിലേക്ക് എത്തി, ടെൻറ്റിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ ടെൻറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പായിട്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും കോടയും തണുപ്പും. രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റ പാട്, അടിപൊളി തണുപ്പ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. അവിടെ പോകുന്നതിനൊക്കെ ഒരു ബ്ലാങ്കറ്റായിട്ട് സെപ്പറേറ്റ് കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് ചൂടൊക്കെ കാഞ്ഞ് അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് എന്താ പറയുക, ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ കറി, പിന്നെ ഒരു ബാർബിക്യൂ, ഇങ്ങനെയൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. ഫുഡ് ഓക്കെ, വലിയ സംഭവം ഒന്നും പറയാനില്ല, ഫുഡ് ഓക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ആണ് നിങ്ങളിനി കാണുന്നത്. അതായത് നമുക്ക് 2 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതാണ് കൊളുക്കുമല ട്രക്കിംഗ്. അതൊരു അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അത്. കാരണം കൊളുക്കുമല ട്രക്കിങ്ങും പിന്നെ അതുപോലെ കൊളുക്കുമല സൺറൈസും ജാഗ്വർ ഹിൽസും, അത് കഴിഞ്ഞ് രാജാക്കാട് പൂപ്പാറ വഴി ഞങ്ങൾ പോയി. അതിനുശേഷം ഞങ്ങൾ ആനക്കുളം പോയി, അവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന വീഡിയോസും വിഷ്വൽസും, അടിപൊളി ഒരു വിഷ്വൽസ് ആയിരുന്നു അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.